കുട്ടിക്കാലം മുതലേ നമ്മളൊക്കെ ചെയ്തു വരുന്ന ഒരു എക്സസൈസാണ് സ്കിപ്പിംഗ് അല്ലെങ്കിൽ ജംപ് റോപ്പ് എന്ന് പറയുന്നത്. ഈ ജംപ് റോപ്പിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അതിൽ ഏറ്റവും നല്ല ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ 30 മിനിറ്റ് കൊണ്ട് നമ്മൾ ഓടി തീർക്കുന്ന കാലറിയൊക്കെ 10-12 മിനിറ്റ് ജംപ് റോപ്പ് കൊണ്ട് സെയിം കാലറി ബേൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബോക്സേഴ്സും ഫൈറ്റേഴ്സൊക്കെ ജംപ് റോപ്പ് ചെയ്യുന്നതായിട്ട്. അവരത് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒന്ന് ഷോൾഡർ സ്ട്രെങ്തനിങ്ങിന് വേണ്ടിയിട്ടും പിന്നെ അവരുടെ കാലിൻ്റെ പോസ്ചർ കറക്ഷനും പിന്നെ അതേപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ജാബ് ചെയ്യുമ്പോഴൊക്കെ ഉള്ള ലെഗ് മൂവ്മെൻ്റൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജംപ് റോപ്പ് ചെയ്യുന്നത്. ജംപ് റോപ്പിന് അല്ലാതെയും ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മുടെ ബേസിക് ജംപ് റോപ്പിൽ കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മെല്ലെ മെല്ലെ അഡ്വാൻസ്ഡ് ലെവലിലേക്കും ഡിഫറെൻറ്റ് ട്രിക്സും ഒക്കെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് 5 മിസ്റ്റേക്സ് ഓഫ് ബേസിക് ജംപ് റോപ്പ് പോസ്ചർ എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മളിപ്പോൾ ജംപ് റോപ്പ് സെലക്ട് ചെയ്യുന്ന സമയത്ത് കടയിൽ വാങ്ങിട്ടുന്ന 150-200 റുപ്പീസിൻ്റെ ജംപ് റോപ്പ് ആയാലും നമുക്ക് ബേസിക് ജമ്പ് ചെയ്യാൻ പറ്റും. അടുത്തതായി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ജംപ് റോപ്പിൻ്റെ ഈ റോപ്പിൻ്റെ ലെങ്ത് ആണ്. ഈ റോപ്പിന്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാണുന്നത് പോലെ റോപ്പിന്റെ മേലെ ചവിട്ടി പിടിച്ച് നിന്ന് അത് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് അതുകൊണ്ട് ഹൈ ചെസ്റ്റ് ലെവലിൽ അല്ലെങ്കിൽ കക്ഷത്തിന്റെ നേരെ വരുന്ന ലെവലിലേക്ക് എത്തുന്ന രീതിയിൽ വേണം ഇതിന്റെ ലെങ്ത് നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഒന്നുകിൽ നോട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ കത്രിക കൊണ്ട് കട്ട് ചെയ്തിട്ടോ ഇതിന്റെ ലെങ്ത് നമുക്ക് കുറക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ റെഡി ആണെങ്കിൽ നമുക്ക് മിസ്റ്റേക്ക് നമ്പർ 1ലേക്ക് കിടക്കാം. ഫസ്റ്റ് മിസ്റ്റേക്ക് എല്ലാവരും ജംപ് റോപ്പിൽ ചെയ്തതാണ് ഹൈ ആയിട്ട് ജമ്പ് ചെയ്യുക എന്നുള്ളത്. ഹൈ ആയിട്ട് ജമ്പ് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് എക്സോസ്റ്റഡ് ആവാനും ടയേർഡ് ആവാനും നമുക്ക് എനർജി പെട്ടെന്ന് വേസ്റ്റ് ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യാന്നുള്ളത് റോപ്പിനാകെ ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ചോളം സൈസ് മാത്രമേ റോപ്പിനുള്ളൂ. ഇത് പാസ് ചെയ്യാൻ വേണ്ടി നമ്മൾ മാക്സ് ടു മാക്സ് 1-2 ഇഞ്ച് മാത്രമേ ജമ്പ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഗ്രൗണ്ട് ലെവലിൽ നിന്ന്. അടുത്തതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അഡ്വാൻസ്ഡ് ലെവലിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഹൈ ആയിട്ട് ജമ്പ് ചെയ്യുകയാണെങ്കിൽ പ്രോഗ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് ഉപകാരപ്പെടില്ല എന്നുള്ളതാണ്. അപ്പോൾ പോസ്റ്റർ കറക്ഷൻ്റെ ഫസ്റ്റ് മിസ്റ്റേക്ക് ആണ് പിന്നെ ജംപ് റോപ്പ് ചെയ്യുന്ന സമയത്ത് ഹൈ ആയിട്ട് ജംപ് റോപ്പ് ചെയ്യാതിരിക്കുക എന്നുള്ളത്. 1-2 ഇഞ്ച് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ജംപ് റോപ്പ് ചെയ്യുക എന്നുള്ളത്. അടുത്ത മിസ്റ്റേക്ക് നമ്പർ 2 ആണ് നമ്മൾ വൈഡ് ആയിട്ട് പിടിച്ചിട്ട് ഈ കാണുന്നത് പോലെ ജംപ് റോപ്പ് ചെയ്യുന്നത്. അതൊരു മിസ്റ്റേക്ക് ആണ്. നമ്മൾക്ക് സാധാരണ ഞാൻ അടക്കം ഫസ്റ്റ് ജംപ് റോപ്പ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൈ വളരെ വൈഡായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജംപ് റോപ്പ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ഡ്രോപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കൈ രണ്ടും ഹിപ്പിനോട് അടുപ്പിച്ച് വെക്കുകയും എന്നിട്ട് നമ്മുടെ റിസ്റ്റ് കൊണ്ട് റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇതാവുമ്പോൾ നമ്മൾ പോസ്ചർ കറക്റ്റായി ഈ റോപ്പ് നമ്മുടെ തലയുടെ മുകളിൽ ഒരു ഓവൽ ഷേപ്പിൽ മൂവ് ചെയ്യുന്നത് കൊണ്ട് പിന്നെ അതിന് അത്യാവശ്യം ലെങ്ത് പാസ് ചെയ്യാൻ വേണ്ടി കിട്ടുകയും നമ്മൾ ഡ്രോപ്പ് ആവാനുള്ള ചാൻസ് വളരെ കുറയുകയും ചെയ്യും. മൂന്നാമത്തെ ജംപ് റോപ്പ് മിസ്റ്റേക്ക് എന്ന് പറയുന്നതാണ് നമ്മൾ റിസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നതിന് പകരം എൽബോ റൊട്ടേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഷോൾഡർ റൊട്ടേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പം ഷോൾഡർ അല്ലെങ്കിൽ എൽബോ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒന്ന് നമ്മുടെ പോസ്ചർ കറക്റ്റ് അല്ല, രണ്ട് നമ്മൾ അഡ്വാൻസ് ലെവലിലേക്ക് പോകുമ്പോൾ പുതിയ ട്രിക്സ് ഒന്നും പഠിക്കാൻ പറ്റില്ല. മൂന്നാമത് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് എനർജി ഡ്രെയിൻ ആവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളൊരു 200 ജംപ് റോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഒരു 50-60 ആകുമ്പോഴേക്കും എന്ത് ചെയ്യും, നിങ്ങളുടെ എനർജി ഡിപ്ലീറ്റഡ് ആയി പോവുകയും നിങ്ങൾ എക്സോസ്റ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പുതിയ ട്രിക്സിലേക്ക് കിടക്കാനോ പുതിയ ജംപ് റോപ്പ് വെറൈറ്റീസ് പഠിക്കാനോ ഒക്കെ ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും ഹിപ്പിനോട് അടുപ്പിച്ച് വെച്ചതിന് ശേഷം റിസ്റ്റ് ജോയിന്റ് കൊണ്ട് വേണം ജംപ് റോപ്പ് സ്പിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്പം എൽബോയും ഷോൾഡറും ഇൻവോൾവ് ആകുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷെ പൂർണ്ണമായിട്ടും എൽബോ അല്ലെങ്കിൽ ഷോൾഡർ കൊണ്ട് ജംപ് റോപ്പ് ചെയ്യാതിരിക്കുക. അടുത്ത 4ാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നീസിന് അല്ലെങ്കിൽ കാൽമുട്ടിനെ സോഫ്റ്റായി വെക്കാതെ ലോക്ക് ചെയ്ത് പിടിക്കുക എന്നുള്ളതാണ്. ലോക്ക് ചെയ്ത് പിടിച്ചാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാൽമുട്ട് ഷോക്ക് അബ്സോർബറായി അല്ലെങ്കിൽ സ്പ്രിംഗ് ആക്ഷനിൽ വർക്ക് ചെയ്യില്ല. അപ്പോൾ അത് നമ്മുടെ കാൽമുട്ടിന്റെ ജോയിൻസിനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എപ്പോഴും കാലിന്റെ മുട്ട് അല്പം എന്ത് ചെയ്യുക, സോഫ്റ്റ് ആയിട്ട് പിടിക്കുക. അതേപോലെ തന്നെ കോറും ഒന്ന് ടൈറ്റ് ചെയ്യണം അതേ സമയത്ത്. അപ്പം സോഫ്റ്റായി പിടിക്കുമ്പോഴുള്ള ഉപകാരം എന്ന് പറയുമ്പോൾ നമ്മുടെ കാൽമുട്ട് ഒരു സ്പ്രിംഗ് ആക്ഷൻ അല്ലെങ്കിൽ ഷോക്ക് അബ്സോർബർ ആയി വർക്ക് ചെയ്യും. അപ്പോൾ ഇതിന്റെ ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഡബിൾ ലഞ്ചസ് പോലത്തെ ഹൈ ജമ്പിങ് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് കാലിന്റെ ജോയിൻസിനൊന്നും ഒരു പ്രശ്നമില്ലാതെ എന്ത് ചെയ്യാൻ പറ്റും, ജംപ് റോപ്പ് ചെയ്യാൻ പറ്റും. ഫൈനൽ മിസ്റ്റേക്ക് എന്നത് പാനിക് ആവുക എന്നുള്ളതാണ്. അതായത് നമ്മൾ പുതിയൊരു ജംപ് റോപ്പിന്റെ പിന്നെ ട്രിക്സ് പഠിക്കുന്ന സമയത്ത് പാനിക്കായിട്ട് എത്രയും പെട്ടെന്ന് അത് ചെയ്യാനുള്ള വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ട്രിക്സ് പഠിക്കാൻ പറ്റില്ല. ടെൻഷനൊന്നുമില്ല, അത് റിലാക്സ്ഡ് ആയി എക്സോസ്റ്റഡ് ആണെങ്കിൽ കുറച്ച് പോയിട്ടൊന്ന് വെള്ളമൊക്കെ കുടിച്ചൊന്ന് റിലാക്സ്ഡ് ആയിട്ട് എന്ത് ചെയ്യുക, പിന്നെ വീണ്ടും തിരിച്ചു വന്നിട്ട് ജംപ് റോപ്പ് വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, ജംപ് റോപ്പിന് അഡ്വാൻസ്ഡ് ലെവലിലേക്ക് ഈ കാണുന്ന രീതിയിൽ എത്തിക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എങ്ങനെ പ്രോസസ്സ് ചെയ്യാം, എങ്ങനെ സൈഡ്സ് ചെയ്യാമെന്ന് പഠിക്കാം. ഓൾ ദ വേ നമുക്ക് ഇതിന്റെ സ്ക്വാഡ് ജംപ്സും ലഞ്ചസ് ജംപ്സും ഡബിൾ ലഞ്ചസ് ഒക്കെ പഠിക്കാനുണ്ട്. സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ ഫോക്കസ്ഡ്.